ഉസ്താദിന്റെ ചില വാക്കുകൾ, അത് ഈ നമ്മൾ പറയില്ല, വാക്കുകൾക്ക് ജീവൻ നൽകാനും ജീവൻ എടുക്കാനുള്ള കഴിവുണ്ടെന്നാണല്ലോ പറയുന്നത്. ഉസ്താദിന്റെ വാക്കുകൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജീവൻ നൽകുന്ന വാക്കുകളായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടില്ല. ഞാൻ പല ആളുകളായിട്ട് ഷെയർ ചെയ്യുമ്പോഴും അത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് അനേകരുടെ ജീവിതങ്ങൾക്ക് ശക്തിയും ഊർജവും നൽകുന്ന വാക്കുകളാണ്. അത് എവിടെ നിന്നാണ് അങ്ങനെ ഒരു സ്രോതസ്? അത് മാതാപിതാക്കളിൽ നിന്നാണോ, വായനയിൽ നിന്നാണോ, അതോ സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണോ, അത് ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരാകെ തുകയാണോ? കുഴക്കുന്ന ചോദ്യമാണത്. എന്ന് പറഞ്ഞാൽ ജീവനുള്ള വാക്ക്, അതിന് സിമ്പിൾ മറുപടി പറയുകയാണെങ്കിൽ ദിൽ സെ ജോബാത്ത് നികൽത്തി ഹെ അസർ രക്തി ഹെ. നമ്മുടെ സംഭാഷണം ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിന് പ്രതിഫലനം ഉണ്ടാവും. അപ്പോൾ ആ കൃത്രിമമായി പൊതുവെ ഞാൻ സംസാരിക്കാറില്ല. നമ്മൾ ഉള്ളതുപോലെ പറയുന്നു, എന്നാലത് ജാഗ്രത പാലിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥമായ സംഭാഷണമാകാം ഒരു പക്ഷേ അതിന് ജീവൻ നൽകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞില്ലേ മാതാപിതാക്കളുടെ സ്വാധീനം ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഹോം ഈസ് ദി ഫസ്റ്റ് സ്കൂൾ എന്നാണ്, സ്കൂൾ ഈസ് ദി സെക്കൻഡ് ഹോം. അപ്പോൾ ഈ ഹോം ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ വളരെ സാധാരണക്കാരായ ഉപ്പയും ഉമ്മയും. അപ്പോൾ ഉപ്പ ഞാൻ പറഞ്ഞു, എൻ്റെ ഉപ്പ ഉസ്താദാണ്. മണത്തല, പുന്നപ്പള്ളി, പയ്യൂര്, തൈക്കാട് പള്ളിയിലൊക്കെ ഇമാമായിരുന്നു എൻ്റെ ഉപ്പ. അപ്പോൾ ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഇമാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വാല്യൂ ബേസ്ഡ് ഒരു ലൈഫ് അല്ലെങ്കിൽ അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ പയ്യൂര് 2 ചായക്കടകളുണ്ട്. ഒന്ന് മുഹമ്മദ് കാട് ചായപ്പീടിയ, മറ്റൊന്ന് മൊയ്തീൻകാട് ചായപ്പീടിയ. അപ്പോൾ ഈ മൊയ്തുക്കാട് ചായക്കടയിൽ ഉപ്പ ഇരിക്കും. അപ്പോൾ 4 മണിക്ക് സെൻറ്റ് തോമസ് യു സ്കൂളിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കടയിലേക്ക് എത്തിച്ചു നോക്കും. അതായത് പള്ളി അവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലുള്ളത്, പള്ളിയത്തിന് മുമ്പ് ലെഫ്റ്റ്, ആ കോർണറിൽ ഇത് എത്തിച്ചു നോക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട ഉണ്ടാവും അവിടെ. ഉണ്ട ഭയങ്കര ഒന്ന് മധുരം. ഇന്നും ഉണ്ട ഡിമാൻഡ് ഉള്ള പറയുമ്പോ തന്നെ ഞാൻ ആ ഒരു ഓർമ്മയിലേക്ക് എത്തി. അപ്പോ ശരിക്കും ഞാൻ ഇന്റർഫിയർ ചെയ്തൊരു മറ്റേ നമ്മൾ പറയില്ല സത്യനന്ദിക്കാടിന്റെ സിനിമയിലത്തെ പോലത്തെ അഴികളൊക്കെ ആയിട്ട് ഫിലിമുകളില് ഒരു പാറ്റേൺ, പഴയ അഴികളും കാലിങ്ങനെ വെച്ചിട്ടാണ് ചായ കുടിക്കുക. ആ ഉപ്പയുടെ തലയിൽ ഇങ്ങനെ ഒരു കെട്ടൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ ഈ 4 മണി സമയത്ത് വരുമ്പോൾ ഞാൻ ഇങ്ങനെ കൗതുകത്തോടെത്തി നോക്കും. ഉപ്പ ഉണ്ടെങ്കിൽ വിളിക്കും, വിളിച്ചിട്ട് ഉണ്ട തരും. ഉപ്പ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ഭയമാണ്. അവരോടൊക്കെ ഇടപെടുക്കാനും സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. അന്നത്തെ കാലത്തെ ഉപ്പമാര് അല്ലെങ്കിൽ ഉമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്, ജൻസി സംസ്കാരമൊക്കെ. അപ്പോൾ ഈ ഒരു വാല്യൂ സിസ്റ്റം അന്ന് നമ്മൾ ഉപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഉമ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വായന, താങ്കൾ പറഞ്ഞു, ഈ റീഡിങ് മേക്സ് എ റെഡി മാൻ, തിങ്കിങ് എ കംപ്ലീറ്റ് മാൻ. ഫ്രാൻസിസ് ബേക്കൻ്റെ ഗംഭീരമായ കോട്ടാണത്. അപ്പോൾ ഒരു റെഡിയായ മനുഷ്യൻ, ഒരാളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ അയാളുടെ തോട്ട് പ്രോസസ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വായന തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കൗതുകമുള്ള ഒരു പുസ്തകം ലൈഫ് വിത്തൗട്ട് ലിമിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് 2 കൈയും കാലും ഇല്ലാത്ത നിക്കിൻ്റെ പുസ്തകമാണ്. നിക്ക് വെജ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, അവിടുന്ന് കരകയറുന്നു. ബാത്ത് ടബിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യണത്. അപ്പോൾ അച്ഛൻ 3ാമത് എടുക്കുന്നുണ്ട്, രക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ ഇനി നീ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ ഞാൻ നിന്നെ രക്ഷിക്കില്ല, സൂയിസൈഡ് ചെയ്തോ. നിനക്ക് നിരാശ കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത്. നിൻ്റെ ഉള്ളിലെ കഴിവുകളെക്കുറിച്ചുള്ള അജ്ഞതയാണ് നിന്നെ ഇങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് നീ ഒരു ഭാരമായി മനസ്സിലാക്കാനും വിവാടനത്തിന് വേണ്ടി ശ്രമിക്കാനൊക്കെ നിന്നെ പ്രേരിപ്പിക്കുന്നത്. നിനക്ക് മനോഹരമായ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ സൗന്ദര്യം കാണാനുള്ള നയനങ്ങൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. മനോഹരമായ പ്രകൃതിയുടെ സംഗീതം കേൾക്കാനുള്ള ചെവികൾ നൽകിയിട്ടുണ്ട്. നിൻ്റെ നാവ് കൊണ്ട് നിനക്ക് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും. ഇത്രയും കഴിവുകൾ നിനക്കുണ്ട്, പക്ഷേ നീ ആ കഴിവുകളെ കാണുന്നില്ല. ഇത് സ്ട്രൈക്ക് ചെയ്തു. ഈ ഉപദേശങ്ങളുണ്ടല്ലോ, ചില സന്ദർഭത്തിൽ സുകുമാഴിക്കോട് സാറ് പറയുന്നുണ്ട്, ഞാൻ മഹാത്മജിയെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ മഹാത്മജി മൗനവ്രതത്തിലായിരുന്നു അന്ന്. അങ്ങനെ എന്നെ നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു,
ആ ഒരു എനർജിയാണ് എന്നെ ഈ ഖദർ വസ്ത്രധാരിയായി ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിലെ വാക്കുകൾ, ആക്ഷൻ, ഇതൊക്കെ ടേണിംഗ് പോയിൻ്റായി മാറും. നമ്മൾ ലൈഫ് ലോങ് നമ്മളെ കൊണ്ടു നടക്കാനുള്ള ഊർജമായി മാറും. ഞാൻ പറഞ്ഞു വരുന്നത്, വായന നമ്മെ വല്ലാതെ മാറ്റും. അത് നമ്മുടെ വാക്കുകളിൽ ജീവൻ തരും. അതുപോലെ തന്നെ ഇത്തരം ഉപദേശങ്ങൾ, സ്പാർക്ക് തരുന്ന, പോസിറ്റീവ് സ്ട്രോക്ക് തരുന്ന ഇത്തരം ഉപദേശങ്ങൾ ഒക്കെ നമ്മിൽ അർത്ഥത്തിലുള്ള ഒരു തരം ഇൻറ്റേർണൽ ഹാർമണി ഉണ്ടാക്കും. ഇതൊക്കെ മനുഷ്യൻ ചിന്തിച്ചാൽ അവൻ്റെ വാക്കുകൾ നന്നാവും, അവൻ്റെ കർമ്മം നന്നാവും, അവൻ്റെ ഉള്ളിൽ വർഗീയത ഉണ്ടാവില്ല. അവന് ലഭിച്ചിട്ടുള്ള ഷോർട്ട് പീരീഡ്, വളരെ കുറച്ച് കാലമല്ലേ നമുക്കുള്ളൂ. കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും, കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതിനാണ്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഇരുന്നിട്ടാണ് പൂന്താനം ജ്ഞാനപ്പാൻ എഴുതുന്നത്. ഞാൻ അത് അതിലെ ഓരോ വരികളും എന്താ പറയുക, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നത് ചിലർ, കുങ്കുമത്തിൻ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധം, 2 നാളു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നു ഭവാൻ, മാളിക മുകളിൽ ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നു. ഗംഭീര വർത്തമാനങ്ങളായിരുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം വളരെ ചെറുതാണെന്ന് തിരിച്ചറിയുകയും ഈ എന്താണ് സങ്കീർത്തനമുണ്ട്, ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടവത്തിൽ സൂപ്പർ സാധനം. അതിൽ ഒരു വരി ഞാൻ എപ്പോഴും ചിന്തിക്കും, ഓരോരുത്തർക്കും ഈശ്വരൻ ഓരോ നിയോഗം വെച്ചിട്ടുണ്ട്. ഇപ്പം ആൻഡ്രോയുടെ നിയോഗമാണ് ചെയ്യുന്നത്. ആൻഡ്രോ ശരിക്കും ബിസിനസ്മാനാണ്. താങ്കൾ ബിസിനസ്സാണ് മൈൻഡിൽ, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ താങ്കൾ സർവീസ് ചെയ്യുന്നു. ഇത് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് പോലെ മറ്റൊരാൾ ചെയ്യില്ല. മഹാത്മജി മാത്രമാണ്. 2 മഹാത്മാഗാന്ധി ഇല്ല, 2 ഷേക്സ്പിയർ ഇല്ല. ഒഥല്ലോയും എന്താണ് മാക്ബത്തൊക്കെ എഴുതാൻ ഷേക്സ്പിയറിനെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. ആ നിയോഗം കണ്ടെത്തിയവൻ വിജയിച്ചു, അത് കണ്ടെത്താത്തവൻ പരാജയപ്പെട്ടു എന്ന് പെരുമ്പടവം പറയുന്നുണ്ട്. ആ നിയോഗം ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മനുഷ്യനാവുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഹു വിൽ ക്രൈ വെൻ യു ഡൈ, റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകം, അടിപൊളി സാധനം. ഞാൻ മരിച്ചാലും നാളെ ആൾക്ക് അറിയാൻ വേണം. വീരപ്പൻ മരിച്ച ആരും കരയോ? വീരപ്പനെ കൊന്നതുകൊണ്ടാണ് കുറച്ചാൾ കരയുള്ളത്, അല്ലെങ്കിൽ കൈയടിക്കും. ഹിറ്റ്ലർ മരിച്ചു, ആരക്കരയണത്? അപ്പൊ ചിലർ കരയാൻ നമ്മൾ ബാക്കി വെക്കുക. അതാണ് ജീവിതത്തിലെ എന്താ പറയാ, നമ്മുടെ നന്മയുടെ ഒരു അടയാളമാണ് അല്ലെ, ഒരു ബാക്കി വെച്ച് പോകുന്നത്. ബാക്കി വെച്ച് പോകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എന്ത് ബാക്കി വെച്ച് പോകുന്നു? നമുക്ക് സൽക്കർമ്മങ്ങൾ ബാക്കി വെക്കാം, അക്രമവും ബാക്കി വെക്കാം. നമ്മൾ ഒരാൾക്കൊരു ചിരി കൊടുത്തു, ഏറ്റവും മിനിമാണ്. വെറുതെ യാദൃച്ഛികം അടുത്തുള്ളോരെ കണ്ടാൽ പൊഴിക്കാനൊരു ചിരി ചുണ്ടിൽ ഇന്നെനിക്കില്ല, ശുദ്ധത തുളുമ്പുന്ന സ്നേഹത്തിൽ കുളിർപ്പിക്കും ഗംഗയും യമുനയും എന്നുള്ളിൽ വറ്റിപ്പോയി, പൂക്കളോ ചിരികളോ പൂത്തിടാത്തൊരു തരം അന്ധകവിത്തായി തീർന്നൻ മനസ്സും മസ്തിഷ്കവും. ഒന്ന് ചിരിക്കാൻ പറഞ്ഞില്ലെങ്കിൽ ഈ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ, ഈ എന്തിനാണ് അവരങ്ങനെ ബലം പിടിക്കുന്നത്? നിന്റെ ചിരി മറ്റുള്ളവർക്ക് നൽകുന്ന ലോ ഓഫ് വിത്തൗട്ട് റീസൺ, ഡോക്ടർ മദൻ കടാരിക്ക് ഒരു പുസ്തകമുണ്ട്. വെറുതെ ചിരിക്കാൻ നിനക്ക് ആരോഗ്യം വർദ്ധിക്കും, നിന്റെ സൗന്ദര്യം. എപ്പോഴും ഒരാൾ സൗന്ദര്യം വർദ്ധിക്കുക, ചിരിക്കുമ്പോൾ. എന്നിട്ട് ഈ വിഡ്ഢി ചിരിക്കില്ല. സൗന്ദര്യം വർദ്ധിക്കും, നിനക്ക് പല രോഗങ്ങളും മാറുന്നു. കാണുന്നവരിലേക്കും ഒരു വലിയൊരു എനർജി അല്ലേ അത് എന്ന് പറഞ്ഞാൽ ഒരേ സമയം നീ ആനന്ദിക്കുന്നു, നിനക്ക് ആരോഗ്യം ഉണ്ടാകും, നിന്റെ സൗന്ദര്യം വർദ്ധിക്കുന്നു. അറ്റ് ദി സെയിം ടൈം മറ്റൊരാൾക്ക് അത് അനിർവചനീയമായ ഒരു ആത്മസുഖം പകരുന്നു, അനുഭവമായി തീരുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അതായതുകൊണ്ട് ഞാനിങ്ങനെ ബിസിനസ്സിനോ സമ്പത്തോ അതിൻ്റെ പിറകിൽ നമ്മൾ പോകില്ല. ആവശ്യമായിട്ടുള്ള പണം നമുക്ക് കിട്ടും, ഒരു സംശയമില്ല. നമുക്ക് ആവശ്യത്തിലേറെ പണം, ആവശ്യത്തിലല്ല നമുക്ക് കിട്ടുക, ആവശ്യത്തിലേറെ പണം. കാരണം എന്താ? ഭഗവാന്റെ കയ്യിലാണ് ഈ പണമൊക്കെ, പടച്ചവൻ്റെ കയ്യിലാണ് ഈ പണം. അതുകൊണ്ടാണല്ലോ ഈ വലിയ പണക്കാരും ബിസിനസ്സല്ല, അവർ വേറെ എന്താണ് പലവിധ സ്വാമിമാരെയും പണിക്കരുടെ അടുത്തൊക്കെ പോയിട്ട്
അപ്പോൾ എന്താണ് ഈ പണം ഉൽപ്പാദിപ്പിക്കാനുള്ള സാധനം കൊണ്ടുവന്ന് വെക്കുക വീട്ടില്. അവർക്കറിയാം അത് ഇങ്ങനെയല്ല കിട്ടുക, വേറെ വഴിയിലൂടെയാണ് കിട്ടുക. അത് കിട്ടൂല്ല എന്നുള്ളത് വേറെ കോൺട്രവേഴ്സ് ഒരു വിഷയമാണ്. പക്ഷെ അടിസ്ഥാനപരമായി പണം തരണവൻ പടച്ചവനാണ്. അപ്പോൾ പടച്ചവൻ ഓരോരുത്തർക്കും വാക്കീറിയ ദൈവം അന്നവും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊരു വലിയ സത്യമാണ്. പണിയെടുത്തിട്ട് പണം ഉണ്ടാവണമെങ്കിൽ ഇവിടുത്തെ തമിഴന്മാർക്ക് ഉണ്ടാവണം. അപ്പോൾ അതൊന്നല്ല അടിസ്ഥാനപരമായി. അപ്പോൾ ഇൻഷോർട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊരു ലൈഫ്, ആ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യാം. ചുറ്റുവട്ടത്ത് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. ആ പ്രതിസന്ധികളൊന്നും നമ്മൾ വേണ്ടത്ര പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു കഥയുണ്ട്. ആ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ചിത്രകാരൻ ചിത്രരചന മത്സരം നടത്തി. സമാധാനം എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ. അപ്പോൾ സമാധാനത്തെക്കുറിച്ചുള്ള ചിത്രരചന നടത്തുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക, അതിൽ നല്ല ജലാശയം, പച്ചപ്പ്, നീലാകാശം, ഇതാണുള്ള സമൃദ്ധി അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു ചിത്രം, ആ ചിത്രമായിട്ട് വരേണ്ടത്. പക്ഷെ ഫസ്റ്റ് പ്രൈസിൽ അടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരണ്ട ഒരു ഭൂമി, മരുഭൂമി പോലെ സ്ഥലം, ഉണങ്ങിയ മരങ്ങൾ, പൊളിഞ്ഞ കെട്ടിടം, അതിന് ഫസ്റ്റ് പ്രൈസ് കൊടുത്തു. സ്വാഭാവികമായും സദസ്സ് ചോദ്യം ചെയ്തു. അപ്പോൾ വിധികർത്താക്കൾ സംശയമുള്ളവർ വിളിച്ചു, സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോണ്ട് ഈ പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ ഷെയ്ഡിൽ ഒരു പ്രാവ് മുട്ടയിട്ട് അതിന് മുകളിൽ സമാധാനമായിട്ട് അടയിരിക്കുന്നു. അപ്പോഴാണ് ഞെട്ടണത്. സമാധാനം എന്നത് ഇത് നൽകുന്ന വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചുറ്റുവട്ടത്ത് യുദ്ധങ്ങൾ നടക്കും, ചുറ്റുവട്ടത്ത് പ്രശ്നങ്ങൾ നടക്കും, ചുറ്റുവട്ടത്ത് പലവിധ കളികൾ നടക്കും. അപ്പോഴും നമുക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയാനുള്ള സ്ട്രാറ്റജി പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് പള്ളിയും അമ്പലവും ചർച്ചൊക്കെ. ആത്മഹത്യ ചെയ്യില്ല. നോക്കി ഗസയിലൊന്നും ആലോചിച്ച് നോക്കൂ. ഫലസ്തീനിലെ ഈ കുട്ടികൾ നിരന്തരമായി ബോംബിട്ട് ഒരുപാട് പേര് മരിച്ചു. ഒരൊറ്റ ആത്മഹത്യ അവിടെ നടന്നിട്ടില്ല. ഫിൻലാൻഡ് എഡ്യൂക്കേഷനെ കുറിച്ച് ഗംഭീര, ലോകത്തെ ഏറ്റവും വലിയ എഡ്യൂക്കേഷനാണ്. അതുപോലെ തന്നെ ഹാപ്പി ഇൻഡെക്സിൽ അവരാണ് ഫസ്റ്റ്. പക്ഷേ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കുന്നത് അവിടെ ഫിൻലാൻഡിലാണ്. അങ്ങനെ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അത് വേറെ സംഭവം. അത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഏറ്റവും അടുത്ത് നമ്മൾ റോയുടെ സൂയിസൈഡ് നമ്മൾ കണ്ടു. കാരണം അയാൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന പേര്. അപ്പോൾ എന്തുകൊണ്ട് ഈ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു? അത് അവിടെയാണ് ഈ അമ്പലവും ചർച്ചും പള്ളിയൊക്കെ പ്രസക്തമാവുന്നത്. അത് പ്രോപ്പറായിട്ട് ആ സാധനം കിട്ടണം. ആ സാധനം കിട്ടിയ പള്ളിയിൽ അച്ഛന്മാർ സൂയിസൈഡ് ചെയ്യാറില്ല പൊതുവെ, പള്ളിയിൽ ഉസ്താദ്മാർ പൊതുവെ സൂയിസൈഡ് ചെയ്യാറില്ല, സ്വാമിമാരും പൊതുവെ അങ്ങനെ ഒരു അമ്പലത്തിലെ സ്വാമി തന്ത്രി സൂയിസൈഡ് നമ്മൾ കേട്ടിട്ടില്ല. അഥവാ അവിടെ നിന്ന് ലഭിക്കേണ്ട എനർജി ഇതാണ്. അത് പ്രോപ്പറായിട്ട് സൊസൈറ്റിക്ക് കൊടുക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നതാണ് ഈ ഉസ്താദ്മാരായാലും സ്വാമിമാരായാലും അച്ഛന്മാരായാലും ചെയ്യേണ്ടത്. നമ്മളത് പരമാവധി അത് കൊടുക്കാൻ ശ്രമിക്കുന്നു, ചെയ്യുന്നു പറയാൻ പറ്റില്ല, ശ്രമിക്കുന്നു.